കന്നഡ എഴുത്തുകാരി ബാനു മുഷ്താഖിന് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിച്ച ദിവസമാണ് എറണാകുളം മുഴിക്കുളത്ത് ഒരമ്മ സ്വന്തം പെൺകുഞ്ഞിനെ ചാലക്കുടി പുഴയിലേക്ക് വലിച്ചെറിഞ്ഞത്. നീണ്ടകാലത്തെ പീഡനങ്ങൾക്കൊടുവിൽ പുഴയിലേക്ക് എറിയപ്പെടുമ്പോൾ അവൾക്ക് വയസ്സ് 3.5. അപ്പോൾ ലോകത്ത് ആയിരക്കണക്കിന് ആളുകൾ ബാനു മുഷ്താഖിന്റെ ദൈവമേ ഒരിക്കലെങ്കിലും നീ ഒരു സ്ത്രീയാകൂ എന്ന കഥ വായിക്കുകയായിരുന്നു. അതിന്റെ അവസാനം ഇങ്ങനെയാണ്: ദൈവമേ വീണ്ടും പ്രപഞ്ചം സൃഷ്ടിക്കണമെങ്കിൽ, പുരുഷനെയും സ്ത്രീയെയും സൃഷ്ടിക്കണമെങ്കിൽ അനുഭവജ്ഞാനമില്ലാത്ത ഒരു കുശവനെ പോലെ ആകരുത്, ഒരു സ്ത്രീയായി ഭൂമിയിലേക്ക് വരൂ. പ്രഭോ, ഒരിക്കലെങ്കിലും നീ ഒരു സ്ത്രീയാകൂ. എറണാകുളത്തേത് അപൂർവ സംഭവമായിരിക്കാം, പക്ഷെ അത്യപൂർവമല്ല. പെറ്റമ്മയുൾപ്പെടെ സംരക്ഷിക്കപ്പെടേണ്ടവരാൽ പീഡിപ്പിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്ന പെൺകുഞ്ഞുങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. ഇത്തവണ അത് ഏറ്റുവാങ്ങിയത് 3.5 വയസ്സുള്ള ഒരു കുഞ്ഞാണ്. ബാനുവിന്റെ വാക്കുകൾ കടമെടുത്താൽ, ചുവന്ന മഷി നിറഞ്ഞ എൻ്റെ ഹൃദയത്തിന്റെ മുന ഒടിഞ്ഞിരിക്കുന്നു. ഇനി എൻ്റെ അധരങ്ങൾക്ക് സംസാരിക്കാനാവില്ല, എഴുതാനൊരു വാക്കുമില്ല. തിങ്കളാഴ്ചയായിരുന്നു അതിദാരുണമായ സംഭവം. അങ്കണവാടിയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുന്നതിനിടെ കുട്ടിയെ കാണാതെ പോയെന്നാണ് അമ്മ പറഞ്ഞത്. പക്ഷെ വൈകാതെ അറിഞ്ഞു അമ്മ അവളെ ചാലക്കുടി പുഴയിലേക്ക് എറിയുകയായിരുന്നു എന്ന്. അമ്മ മനോരോഗിയായിരിക്കാമെന്ന് പലരും ആശ്വസിക്കാൻ ശ്രമിച്ചെങ്കിലും പുഴയിൽ നിന്നെടുത്ത മൃതദേഹത്തിലെ അസാധാരണമായ മുറിവുകൾ ലൈംഗിക പീഡനത്തിന്റെ സൂചനകളായി. തലേരാത്രിയിലും ആ കുഞ്ഞ്. ഒടുവിൽ അറസ്റ്റിലായത് പിതാവിന്റെ അടുത്ത ബന്ധു. 1.5 വർഷത്തോളം സഹിച്ച പീഡനത്തിനൊടുവിൽ ആ പെൺകുഞ്ഞ് പുഴയുടെ ആഴങ്ങളിൽ ശ്വാസത്തിന് പിടയുമ്പോൾ അമ്മ ദീർഘനിശ്വാസം എടുത്ത് വീട്ടിലേക്ക് നടന്നു. ഇതൊക്കെ എങ്ങനെയാണ് സാധിക്കുന്നത്? കുട്ടികൾ വീടുകൾക്കുള്ളിൽ പീഡിപ്പിക്കപ്പെടുന്ന സംഭവങ്ങൾ വർദ്ധിക്കുകയാണെങ്കിലും അത് കേരളത്തിന്റെ പരിച്ഛേദമല്ല. മിക്കവാറും എല്ലാ വീടുകളിലും പെൺകുഞ്ഞുങ്ങൾ ഏറ്റവും സുരക്ഷിതമായി തന്നെയാണ് ജീവിക്കുന്നത്. പക്ഷേ ഈ പെൺകുഞ്ഞ് അനുഭവിച്ച പീഡനങ്ങളും അമ്മയുടെ കൈകൊണ്ടുള്ള മരണവും നമ്മുടെ കുട്ടികളിൽ ഉൾപ്പെടെ സൃഷ്ടിക്കുന്ന അരക്ഷിതബോധം നിസ്സാരമല്ല. കുട്ടികൾക്കെതിരായുള്ള ലൈംഗികാതിക്രമ കേസുകൾ സാധാരണമല്ലെങ്കിലും വർദ്ധിക്കുകയാണ്. സംസ്ഥാന ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് കഴിഞ്ഞ വർഷം സംസ്ഥാനത്ത് 4196 ലൈംഗികാതിക്രമ കേസുകളാണ് പോക്സോ പ്രകാരം രജിസ്റ്റർ ചെയ്തത്. ഡിസംബറിലെ കണക്കുകൾ വേറെ. 2023 4641 കേസുകളായിരുന്നു റിപ്പോർട്ട് ചെയ്തിരുന്നത്. അതിക്രമങ്ങൾക്കിരയാകുന്നതിലേറെയും പെൺകുട്ടികളാണ്. വീടുകളിലും വിദ്യാലയങ്ങളിലും ബസ്സിലും ട്രെയിനിലും വരെ അവർ പീഡനങ്ങൾക്കിരയാകുന്നു. സ്വന്തം പിതാവും സഹോദരങ്ങളും മുതൽ അധ്യാപകർ വരെ കുട്ടികളെ ദുരുപയോഗിച്ച കേസുകളുണ്ട്. കഞ്ചാവും ലഹരി മരുന്നുകളും നൽകി കുട്ടികളെ പീഡനത്തിന് ഇരയാക്കുന്ന കേസുകളും വർദ്ധിച്ചു. കഴിഞ്ഞ 10 വർഷത്തിനിടെ പോക്സോ കേസുകൾ 4 ഇരട്ടിയിലേറെയായി. നമുക്ക് കണക്കുകളും സ്ത്രീ സുരക്ഷയെന്ന അവകാശവാദങ്ങളും പ്രസംഗങ്ങളും ഒക്കെയുണ്ട്, പക്ഷെ പ്രതിവിധിയില്ല. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗം വർദ്ധിക്കുന്നതിനനുസരിച്ച് ലൈംഗികാതിക്രമങ്ങൾ വർദ്ധിക്കുകയാണെന്ന് മറക്കരുത്. ലൈംഗിക അരാജകത്വവും വൈകൃതങ്ങളും ലഹരിയും വിരൽത്തുമ്പിൽ ലഭ്യമാകുന്ന അശ്ലീല വീഡിയോകളും സർക്കാരിന്റെയും പോലീസിന്റെയും കൃത്യവിലോപങ്ങളും താറുമാറായ കുടുംബ ബന്ധങ്ങളും അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും അശ്രദ്ധയും ഒക്കെ കുട്ടികളുടെ പീഡനങ്ങളുടെ കാരണമാണ്. സങ്കല്പിക്കാനാകാത്തത്ര ക്രൂരതയാണ് കുഞ്ഞുങ്ങൾ സഹിക്കേണ്ടി വരുന്നത്. അതിൽ ഏറ്റവും വേദനാജനകം പ്രതിസ്ഥാനത്തെത്തുന്ന അമ്മമാരുടെ എണ്ണവും കൂടുന്നതാണ്. പല സംഭവങ്ങളും സൂചിപ്പിക്കുന്നത് ആദ്യം വീട്ടിലേക്ക് പോകൂ എന്നാണ്. കാരണം ലൈംഗിക പീഡനങ്ങൾ മാത്രമല്ല, സ്ത്രീകൾക്കെതിരെയുള്ള ക്രൂരതകളിലേറെയും നടക്കുന്നത് വീടുകളിലാണ്. അതിൽ ഏറ്റവും നിസ്സഹായരാണ് കുട്ടികൾ. നമ്മളിത് പറയുമ്പോഴും എത്രയോ കുഞ്ഞുങ്ങൾ പീഡനങ്ങളുടെ പുഴയോരങ്ങളിൽ ഒന്ന് കരയാൻ പോലും ആകാതെ ഭയന്ന് വിറച്ചു നിൽക്കുകയാവാം. അവരെ ഓടിച്ചെന്നെടുക്കാനുള്ള ഉത്തരവാദിത്തം സർക്കാരിൽ ഒതുങ്ങുന്നില്ല. മതങ്ങളും സാമൂഹിക സംഘടനകളും ശിശുക്ഷേമ സമിതികളുമൊക്കെ കാലാനുസൃതമായി മാറണം. എല്ലാ അമ്മമാരുടെയും കൈകൾ ഗർഭപാത്രത്തോളം സുരക്ഷിതമാണെന്ന് നാം ഉറപ്പാക്കേണ്ടിയിരിക്കുന്നു. ലോകത്ത് ഏറ്റവും സുരക്ഷിതത്വമുള്ളത് വീട്ടിലാണെന്നും. മാലാഖമാരെ പുഴയിലെറിഞ്ഞ് ഏത് സ്വർഗത്തിലേക്കാണ് നാം നടക്കുന്നത്?